ഹലോ യുക്തിവാദി, എന്താ ഒരു മൂഡ് ഓഫ്? ആ വന്നോ? എന്താടോ ആകെ ഔട്ടായ പോലെ? എന്നെ ഏൽപ്പിച്ച ജോലി ഏറെക്കുറെ തീർന്നിട്ടുണ്ട് കേട്ടോ. ജോലിയോ? മനസ്സിലായില്ല. തനിക്ക് ഇവിടുന്ന് പോകേണ്ട സമയമായി എന്നൊരു തോന്നൽ. എന്താപ്പം അങ്ങനെ തോന്നാൻ? തനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തി. അപ്പോൾ തനിക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ ധൃതിയായല്ലേ? അങ്ങനെ തോന്നിയോ തനിക്ക്? എടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പോഴേക്ക് തൻ്റെ കണ്ണ് നിറഞ്ഞോ? ഇത്ര സില്ലിയാണോ താൻ? എനിക്ക് പ്രിയപ്പെട്ടവരാരും അധികകാലം എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഭയമാണ്. ഇതെന്തപ്പം ഇങ്ങനെയൊക്കെ പറയാൻ? താൻ വിഷയം പറ. തനിക്ക് ഇവിടുന്ന് മോക്ഷത്തിലേക്ക് പോകാൻ എന്തോ ഒന്ന് തടസ്സമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് വേറൊന്നുമല്ല. തനിക്ക് മാത്രം അവകാശപ്പെട്ട എന്തോ ഒന്ന് താൻ അറിയാതെ എവിടെയോ മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നോ? അതെ, തന്നെ തടയുന്നത് തൻ്റെ ജീവനിട്ട ശരീരം തന്നെ. അത് ഈ ബംഗ്ലാവിൽ എവിടെയോ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ടാവും തനിക്ക് മോക്ഷം കിട്ടാത്തതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതെങ്ങനെ ഈ ബംഗ്ലാവിൽ? അതെങ്ങനെ എത്തിയെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് പിന്നിലുള്ളവരെ എനിക്കറിയാം. ഈ ചെറിയ സമയം കൊണ്ട് ഇന്ന് വരെ കണ്ടറിഞ്ഞവരേക്കാൾ എന്നോട് അടുത്തവർ, ഈ ബംഗ്ലാവിൽ എന്നോടൊപ്പമുള്ള എൻ്റെ കൂട്ടുകാർ, അവരാണ് ഇതിന് പിന്നിൽ. എന്ത്? വാട്ട് യു മീൻ? പുഷ്കും സബാനോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാണുന്നതും അറിയുന്നതും മാത്രമല്ല സത്യമെന്ന് തിരിച്ചറിയാൻ ഇതിന് വലിയ തെളിവൊന്നും വേണ്ട. ഞാൻ ഇന്നലെ അവരെ വിശ്വസിച്ചവരല്ല ഇന്നവരെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അരവിന്ദ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ ഒരു റിസപ്ഷനിസ്റ്റായി വർക്ക് ചെയ്ത പെൺകുട്ടി ഇന്ന് ഈ ബംഗ്ലാവിലൊരു മൃതദേഹമായി കിടക്കുന്നുണ്ടെങ്കിൽ അതിലതിൻ്റെ MD ആയ അരവിന്ദ് ഷേണായ്ക്ക് ഒരു പങ്കുണ്ടാവില്ലേ? ഇവിടെ വന്ന് പുഷ്കു എന്ന പേരിൽ ആടിത്തിമിർക്കുന്ന അരവിന്ദ് ഷേണായുടെ നാവിൽ നിന്നും കേട്ട വാക്കുകളാണത്. പക്ഷെ എന്തിനാ എന്നെ? ഒരുപക്ഷെ താൻ പറഞ്ഞ ക്രൈമിൽ അവർക്കും പങ്കുണ്ടായിരിക്കാം. താൻ കണ്ടെത്തിയ തെളിവുകൾ അവരെ ഭയപ്പെടുത്തിയിരിക്കാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രാമയാണ്, എ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ഡ്രാമ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ. ഒരു പെണ്ണിനെ മൃഗീയമായി കൊന്ന് ഇവിടെ വന്ന് നാടകം കളിക്കുന്നവനെ വെറുതെ വിടാൻ പറ്റില്ല. വേണ്ട, എടുത്തു ചാടിയൊന്നും ചെയ്യണ്ട. ഇങ്ങനെയൊരു നാടകം കളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും. അതാണ് ആദ്യം അറിയേണ്ടത്. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. ബംഗ്ലാവിൽ ബോഡിയുണ്ട്, അതുറപ്പാണ്. പിന്നെ പോലീസ് കണ്ടുപിടിച്ച ബാക്കി അവർ തത്ത പറയുന്ന പോലെ പറയിപ്പിച്ചോളും. ഓക്കെ, പക്ഷേ അതിന് പോലീസ് ഇവിടെ എങ്ങനെ വരും? ഞാൻ വിളിച്ചു പറയും. എടോ, കാടിനുള്ളിലെ ബംഗ്ലാവിൽ ഒരു ബോഡി കുഴിച്ചിട്ടിട്ടുണ്ടെന്നൊക്കെ അനോണിമസ് ആയിട്ടൊരു കോൾ വന്നാൽ ഏത് പോലീസുകാരനാ വില കൊടുക്കുക? വ്യക്തമായിട്ടുള്ള തെളിവ് കൊടുത്താൽ തന്നെ എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ടീമാണ്. താൻ പറഞ്ഞത് ശരിയാ, പോലീസുകാർ കേൾക്കില്ലായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നൊരു പോലീസുകാരനുണ്ട്. അതാരാ? ഇയാളല്ലേ എന്ന്? ഇയാളെന്നെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്ന പറഞ്ഞ്? ബംഗ്ലാവിനിടയിൽ ഒരു പെണ്ണിൻ്റെ ശരീരം കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് യക്ഷി പറഞ്ഞു എന്ന് ഞാൻ പറയും. ആ ബെസ്റ്റ്. ഉള്ള കാര്യം പറഞ്ഞാൽ തന്നെ ആൾക്കാർ വിശ്വസിക്കൂല, പിന്നെ യക്ഷി പറഞ്ഞു എന്ന് പറയണേ. അത് ശരിയാണ്. ഒരു പെണ്ണിൻ്റെ പിന്നാലെ ബംഗ്ലാവിൽ കയറി എന്നുള്ളത് അയാളെ സംബന്ധിച്ച് വലിയ തെറ്റൊന്നുമല്ല. അത് പറഞ്ഞ് അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും പറ്റില്ല. പക്ഷേ അയാളുടെ ഉള്ളിലൊരു പെഡോഫൈൽ ഉള്ളത് ഈ ലോകത്ത് നിനക്കും എനിക്കും അയാൾക്കും മാത്രമല്ല അറിയൂ. എനിക്ക് അറിവുണ്ടെങ്കിൽ യക്ഷി സത്യമാണെന്നല്ല അതിൻ്റെ അർത്ഥം. ആ, അത് കൊള്ളാം. ആർക്കും അറിയാത്തൊരു കാര്യം തനിക്കറിയാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾ വിശ്വസിക്കുമായിരിക്കും. പക്ഷെ പോലീസിനെ കൊണ്ടുവന്നവരെ പിടിപ്പിച്ചു എന്ന് തന്നെ വിചാരിക്കും. അതുകൊണ്ടല്ല അതിന് പരിഹാരമാവും.
സിനിമയിലായിരുന്നെങ്കിൽ നായകൻ ഒറ്റയാൾ മതിയായിരുന്നു, വില്ലന്മാരെ മുഴുവൻ അടിച്ചു തോൽപ്പിച്ച് ക്ലൈമാക്സിലെത്തിക്കാൻ. ഈ മല്ലന്മാരെ ഒറ്റയ്ക്ക് നേരിടാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ പോലീസ് വിചാരിച്ചാൽ തൻ്റെ ബോഡി കണ്ടെത്താൻ പറ്റൂ. എന്നാലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ, തനിക്ക് മോക്ഷം കിട്ടും. അപ്പോൾ തനിക്ക് എന്നെ ശരിക്കും ഇവിടുന്ന് പറഞ്ഞുവിടാൻ ധൃതിയായില്ലേ? അങ്ങനെയല്ല. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് തന്നെ പിരിയുമ്പോഴായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ ഏറ്റവും പ്രധാനം ഇതാണ്. ശരി, എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ. അവർ ചെയ്ത തെറ്റിന് അവർ പോലീസ് പിടിച്ചു നോക്കിയേ, എനിക്ക് മോക്ഷം കിട്ടി, ഞാൻ ഈ ലോകത്തുനിന്ന് പോയിന്ന് കരുത്. അതിൽ തൻ്റെ റോൾ എന്താ? എൻ്റെ മനസ്സിലായില്ല. നീ പറഞ്ഞതുപോലെ ഇവരാണ് എൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിലെങ്കിൽ എൻ്റെ ശരീരം ഈ ബംഗ്ലാവിൽ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ ഈ ബംഗ്ലാവിലേക്ക് വന്നതെന്തിനാ? ഒരു നാടകത്തിലൂടെ നിന്നെ ഇതിലേക്ക് വലിച്ചിട്ടതെന്തിനാ? ശരിയാ, ഞാനെന്താ ഇതിനെപ്പറ്റി ഓർക്കാഞ്ഞേ? എന്നെന്തിനാ ഇതിലേക്ക് വലിച്ചഴിച്ചേ? അതിനുത്തരം പോലീസ് കണ്ടെത്തില്ല. അവർക്ക് കാണാതായ മന്ത്രയുടെ ശരീരവും അതിന് കാരണക്കാരായ കുറ്റവാളികളും മതി. നീയും അതിലൊരാളാണെന്ന് അവർ ചിന്തിക്കും. അതല്ല എന്ന് തെളിയിക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്തം. അത് ഞാൻ പുറത്തു കൊണ്ടുവരും. അവരെ തനിനിറ ഞാൻ പുറത്തു കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും എൻ്റെ റോൾ എന്തായിരുന്നു. വെയിറ്റ്, ആവേശമല്ല ഇപ്പോൾ വേണ്ടത്, ബുദ്ധിയാണ്. അവരുടെ കള്ളി വെളിച്ചത്തായെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ അത് ചിലപ്പോൾ തൻ്റെ ജീവന് തന്നെ ഭീഷണിയാവും. എനിക്കറിയാം. സെബാൻ നാളെ കാടിറങ്ങും. അതിനുള്ള മരുന്നിട്ടാ ഞാനിങ്ങോട്ട് പോകുന്നത്. ചിലപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ ആ സമയം ഞാൻ ഉപയോഗിക്കും. സിറിലിനെ ഞാൻ വിളിക്കും. നാളെ നേരിട്ട് പോയി കാണും. എന്നിട്ട് പുഷ്കുവിനെ ഞാനൊന്ന് കാണുന്നുണ്ട്. പറയുന്ന അത്ര എളുപ്പമാവില്ല അത്. എന്നാലും നീ ശ്രമിക്കണം. അവരെന്നെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ, എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ തനിക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ? മരിക്കാനുള്ള പേടിയുണ്ടല്ല. അതിനു മുമ്പേ ഞാൻ ആഗ്രഹിച്ച് നടക്കണം. തൻ്റെ ശരീരം കണ്ടെത്തണം. നിന്റെ ലോകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലടോ. പക്ഷെ അവരെ നിനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. നാളെ എന്തൊക്കെയാ സംഭവിക്കുക എന്നെനിക്കറിയില്ല. ഈ ബംഗ്ലാവിലുള്ള ഓരോ നിമിഷവും നീ എന്നെ കേൾക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിച്ച് ഞാനൊരു കളി കളിക്കും. ഒരു കാര്യം എനിക്കുറപ്പാണ്, ഞാൻ ഇതുവരെ കണ്ടവരെ ആയിരിക്കില്ല നാളെ ഞാൻ എതിരിടേണ്ടത്. ചിലപ്പോൾ എൻ്റെ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഒന്നുറപ്പാണ്, ഇതിൻ്റെ സത്യം ഞാൻ കണ്ടെത്തും. ഹലോ, അതെ സിറിലാണ്. ഭൈരവൻ കാട്ടിലേക്കോ? ഇല്ല, നിങ്ങൾക്ക് ആള് മാറിയതായിരിക്കും. ഹലോ ഹലോ സിറിൽ, ഓ, അപ്പോൾ നീയാണോ എൻ്റെ ഫോൺ വിളിച്ചത്? അതെ. ഞാൻ ആരാണെന്ന് ശരിക്കും അറിഞ്ഞിട്ടാണോ നീ കളിക്കാനുള്ളത്? ചിലപ്പോൾ ഇന്ന് ഈ ലോകത്ത് നിങ്ങളെ ശരിക്കറിയാവുന്നത് എനിക്ക് മാത്രമാവും. അത്രയ്ക്കും നിഗൂഢതകൾ നിറഞ്ഞ ആളല്ലേ സാർ നിങ്ങൾ? എന്നെ ഇവിടുന്ന് പിടിച്ച് താഴേക്കറിയാൻ സിറിലിന് വേറെ ആളെ ആവശ്യമില്ല. ചള്ളു ചെക്കനായതുകൊണ്ടാ ഈ സംസാരം പോലും. സാറിങ്ങനെ പെട്ടെന്ന് ചൂടായാലോ? ഇത് ഇവിടം കൊണ്ട് നിർത്തിയാൽ നിനക്ക് കൊള്ളാം. അതല്ല എന്നെ ബുദ്ധിമുട്ടിക്കാനാണ് ഭാവമെങ്കിൽ താഴെ കുറുക്കന്മാർക്ക് തിന്നാൻ പാകത്തിൽ ചെതറിക്കിടക്കുന്ന കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ മാത്രമാവും നീ. സാറിനിപ്പോഴും കളി അങ്ങ് വ്യക്തമായിട്ടില്ല. അങ്ങനെ ഒരു ധൈര്യമില്ലാതെ ഈ കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരുന്ന സാറിന് തോന്നുന്നുണ്ടോ? അതും കുഞ്ഞുങ്ങളോട് പോലും മൃഗീയമായി പെരുമാറുന്ന ഒരാളുടെ അടുത്തേക്ക്. സാറിനെ മാനസികമായി തളർത്താനോ തേജോവധം ചെയ്യാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ചില ആവശ്യങ്ങളുണ്ട്, മാന്യമായ ചില ആവശ്യങ്ങൾ. അതിന് സാർ എൻ്റെ കൂടെ നിൽക്കണം. ഇന്നില്ലെങ്കിൽ സാർ ചെയ്ത പല വിഷയങ്ങളും നാളെ പുറം ലോകം അറിയും.
വ്യക്തമായ തെളിവുണ്ട് സാറേ എൻ്റെ കയ്യിൽ. പിന്നെ ജോലി പോവും, ഭാര്യ പോവും, അകത്ത് കിടക്കേണ്ടി വരും, നാട്ടിൽ പട്ടി വില പോലും കിട്ടില്ല. നീ പറയുന്ന മണ്ടത്തരങ്ങളേക്കാണോ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്? ചുമ്മാ വായിട്ടടിക്കാതെ തെളിവുണ്ടെ കാട്ടുള്ളൂ. എന്തിനാ സാറേ വേറെ തെളിവുകൾ? സാറിന് ഇങ്ങനൊരു കുഴപ്പമുള്ള കാര്യം സാർക്കല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം? സാറൊന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ച ആ കൊച്ചില്ലേ, ആ കൊച്ചിന് പോലും അറിയാത്ത രഹസ്യത്തിന് സാക്ഷിയായ ഒരാളുണ്ട്. അയാളാണ് എന്നോടത് പറഞ്ഞത്. സാക്ഷിയോ? ആര്? അന്നാ ബംഗ്ലാവിൽ നിങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള യക്ഷി. അവളന്ന് കണ്ടതാണ് സാറിൻ്റെ തനി നിറം. ഇനി ഞാൻ വ്യക്തമായിട്ട് പറയണം അന്ന് സംഭവിച്ചത്. പിന്നെ സാറിപ്പോൾ പറഞ്ഞില്ലേ എന്നെ കൊക്കയിലേക്ക് എറിഞ്ഞാലും ആരും ചോദിക്കാൻ വരില്ലെന്ന്. അത് വെറും തോന്നലാ സാറേ. ഇപ്പോൾ ഇവിടെ നമ്മളോടൊപ്പം അവളുണ്ട്. പക്ഷെ സാർക്ക് അവളെ കാണാൻ കഴിയില്ല, അവൾക്ക് സാറിനെ കാണാം. അന്ന് അവൾ സാറിന് ചുമ്മാ എടുപ്പിച്ചത്. പക്ഷെ ഇന്ന് എന്നെ ഇവിടുന്ന് തള്ളിയിട്ട് സാറിന് പോകാൻ കഴിയില്ല. അതിനവളെ സമ്മതിക്കില്ല. കൂടെ നിന്ന സാറിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. അല്ലാതെ ഉടക്കാനാണ് ഭാവമെങ്കിൽ ജോലിയും സെൽഫെയറും മാത്രമാവില്ല, ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെ കൂടെ നിൽക്കല്ലേ? ആ നീയോ? സഭ നാട്ടിലേക്ക് പോയതാ സിറ്റുവേഷൻ നോക്കാൻ. പപ്പ നോർമലായ നമുക്ക് നാളെ വിടുന്നിറങ്ങാം. നീ പറഞ്ഞ പോലെ എന്താണെന്ന് അവൻ വന്നാലേ അറിയാൻ പറ്റൂ. വിളിച്ചു പറയാൻ ഫോൺ യക്ഷി കൊണ്ടുപോയതല്ലേ? ഹാ, ഇതെവിടുന്ന് കിട്ടി? സ്വിച്ച് ഓഫ് ആയിരുന്നല്ലേ? അതാ ശബ്ദമൊന്നും കേൾക്കാൻ. എന്നാ സെബാനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? കറണ്ട് സ്റ്റാറ്റസ് അറിയാം അല്ലേ പുഷ്കു? ഓ സോറി, അരവിന്ദ് ഷെണായ്. അപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണ്. ഫാന്റാസ്റ്റിക്കോ. നീ ഇത്ര പെട്ടെന്നെല്ലാം കണ്ടെത്തുമെന്ന് ഞാൻ കരുതിയില്ല. സോ ഫാസ്റ്റ്. അപ്പോ ഇനി എങ്ങനെ? പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. ഇതെല്ലാം നിന്റെ നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തിനും നിന്റെ കൂടെ ആ സെബാൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? നാട്ടിലേക്ക് പോയിന്ന് പറഞ്ഞു. ആരെ ബോധ്യപ്പെടുത്താനാ? എന്നെയോ? എല്ലാ പറഞ്ഞ സ്ഥിതിക്ക് നാളത്തേക്ക് വെക്കണോ ബോസേ? അതിനിവനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. എല്ലാം അറിയാൻ പോകുന്നല്ലേ ഉള്ളൂ. എല്ലാം അറിയുന്ന നീ ഇപ്പോൾ കരുതുന്നുണ്ടാവും നിന്നെ എന്തിനാ ഈ കാട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നതെന്ന്. അങ്ങനെ നീ കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കിപ്പോഴും കളി മനസ്സിലായിട്ടില്ല എന്നാണ്. ഹലോ. ഞാൻ അന്നേ പറഞ്ഞതാ വല്ല കാട്ടിലും കൊണ്ടുപോയി കുഴിച്ചു മൂടാൻ. അപ്പോൾ അവൻ്റെ ഒരു കല്ല് കെട്ടി താഴ്ത്തൽ. നാളെ രാവിലെ 7 മണിക്ക് എനിക്ക് നിൻ്റെ കോൾ വന്നിരിക്കണം. അവളുടെ ബോഡി ബംഗ്ലാവിൽ ചെന്ന് കുഴിച്ചിട്ടെന്ന്. ചക്ക ഇഴിച്ചു പൊളി. അങ്ങനെ നാട്ടിൽ നിന്നും കാണാതെ പല പെണ്ണുങ്ങളുടെയും ജീവനറ്റ ശരീരങ്ങൾ ഈ ബംഗ്ലാവിൻ്റെ പലയിടത്തേ കിടപ്പുണ്ട്. ഇതിനടിയിലും കിടപ്പുണ്ട്. ഇതുവരെ ഒരുത്തിനും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പിന്നെയാണോ ആർക്കും വേണ്ടാത്ത നീ? ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല നല്ല അഹങ്കാരമാണ് നിനക്കെങ്കിൽ അത് ഇന്നോടെ തീരും. പോലീസ് ഇവിടെ എത്തും. വെയിറ്റ്, അവനെ ഇങ്ങനെ പെട്ടെന്ന് കൊല്ലല്ലേ. ചിലതൊക്കെ അവൻ അറിയണ്ടേ. ചാവുന്നതിന് മുമ്പ് മിനിമം നിന്റെ റോൾ എന്തായിരുന്നെങ്കിലോ. നീ പറയും പോലെ ഇതൊന്നും വെറും കോയിൻസിഡൻസ് അല്ല, നല്ല വ്യക്തമായി പ്ലാൻ ചെയ്ത നാടകമാണ്. ആത്മഹത്യ ചെയ്യാനായി നീ ചുടലമലയിലേക്ക് ഇറങ്ങിയത് മുതൽ ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ട്.
നീ എന്തിനാ മരിക്കാൻ പോയതൊന്നും എനിക്കറിയില്ല. എങ്കിലും അതിൽ നിന്നെ പിന്തിരിപ്പിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് പഠിച്ച പണി 18 ഞാൻ ഉപയോഗിച്ചു. അതിൽ നീ വീണുപോയി. നിന്നെ ഈ ബംഗ്ലാവിൽ എത്തിക്കുക എന്നതായിരുന്നു എൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം. പെണ്ണ് എനിക്കൊരു വീക്ക്നെസ്സാ. അവളെ ഞാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ മറ്റൊരാൾ ഉപയോഗിക്കുന്നത് കാണുന്നതാ എനിക്ക് ലഹരി. CSB, കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയർ. എന്തു ചെയ്യും? ഞാനിങ്ങനെ ആയിപ്പോയി. കുറേ എണ്ണം ഈ കൈ കിടന്ന് ചത്തുപോയിട്ടുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഇതിനിടയിലും കിടപ്പുണ്ട്. ഇപ്പം നീ ചിന്തിക്കുന്നത് എന്തിന് നിന്നെ എന്നാവും. പറയാം, അതും നീ അറിയണം. ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ബംഗ്ലാവ്. മറ്റാരെങ്കിലും കണ്ടെത്തിയ ഞാൻ തന്നെ ഇല്ലാതായി പോകുന്ന രഹസ്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ബംഗ്ലാവ് പൊളിച്ച് പപ്പൂർ റിസോർട്ട് ആക്കാൻ തീരുമാനിച്ചാലോ? പെട്ടുപോകും. അല്ലേ 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 ആണ്. അങ്ങനെയാ ഞാനും വിചാരിച്ചേ. അപ്പോഴാ അവനൊരു ഐഡിയ പറഞ്ഞു തന്നത്. കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള യക്ഷി സത്യമാണെന്ന് വിശ്വസിപ്പിച്ച പപ്പ പേടിക്കില്ലേന്ന്. അല്ലെങ്കിലേ യക്ഷിയെ പേടിയുള്ള പപ്പയെ അങ്ങനെ വിശ്വസിപ്പിച്ച് ആ പ്ലാൻ പൊളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ അതിനൊരു തെളിവ് വേണ്ടേ? മൂപ്പം പറഞ്ഞ കഥകളിൽ പണ്ട് നടന്ന പോലെ കുറച്ച് പല്ലും മുടിയും കൂട്ടി വെച്ചാ ഇന്നത്തെ കാലത്ത് അത് യക്ഷി ചെയ്തതാണെന്ന് ആര് വിശ്വസിക്കാനാ? അതിന് നല്ല തണ്ടും തടിയുള്ള ശവം തന്നെ വേണം. അങ്ങനെ ഒന്ന് കിട്ടിയാ പപ്പ വിശ്വസിക്കും. പക്ഷേ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു തെണ്ടിയെ എങ്ങനെ കിട്ടുമെന്നുള്ള അന്വേഷണത്തിലാ അങ്ങനെ ഒരു തെണ്ടിയായ നിന്നെ എനിക്ക് കിട്ടിയത്. പക്ഷേ അങ്ങനെ ചുമ്മാ ഒരുത്തനെ കൊന്നിട്ടാ അത് യക്ഷി ചെയ്താണെന്ന് ആര് വിശ്വസിക്കാനാ? അതിന് ഞങ്ങൾക്ക് തെളിവുകൾ വേണമായിരുന്നു. ആദ്യം ഞങ്ങൾ ചെയ്തത് യുക്തിവാദിയായ നിന്നെ പേടിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കിയിരുന്നു. ഇത്രയ്ക്കും വൃത്തികെട്ടവനാണ് നീ ഞാൻ അറിഞ്ഞില്ല. എടാ, ഒരു പെണ്ണിനെ കൊന്ന് അവളുടെ ചീഞ്ഞളിഞ്ഞ ശരീരം ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് നിന്റെ മുഖത്ത് നോക്കി ഇതൊക്കെ പറയുന്ന ഞാൻ എത്ര വൃത്തികെട്ടവനായിരിക്കും? ആ എന്നെയാണോ നീ പോലീസ് എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്? പോലീസിനൊരു ചെയ്യില്ല.